നമസ്കാരം. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ സമീപകാലത്ത് സജീവമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. മുനമ്പത്ത് 610 കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ അവർക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നൊരു സാഹചര്യം വഖഫ് ബോർഡ് ആ ഭൂമിയിൽ ക്ലെയിം ഉന്നയിച്ചപ്പോൾ ഉണ്ടായതാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ സമകാലിക സാഹചര്യം ഉണ്ടായത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി, ആ ഭേദഗതിയുടെ കരട് പുറത്തിറങ്ങുകയും ആ ഭേദഗതി JPCക്ക് വിടുകയും ഒക്കെ ചെയ്തതും ഇതിനോടനുബന്ധിച്ച് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് കേരള ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നവംബർ 7-ന് വഖഫുമായി ബന്ധപ്പെട്ട് ഒരു വിധി പുറത്തിറങ്ങിയിരുന്നു. ആ വിധി വഖഫ് നിയമത്തിൻ്റെ സെക്ഷൻ 52A പ്രകാരം വഖഫ് ഭൂമി അന്യാധീനപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് വാങ്ങുകയോ അത്തരം നടപടികളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാവുന്ന തരത്തിലുള്ള ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട വിധിയാണ്. ആ വിധി സൂചിപ്പിക്കുന്നത് വഖഫ് നിയമത്തിൽ 2013-ലാണ് ഇങ്ങനൊരു ഭേദഗതി വന്ന് 52A വകുപ്പ് പ്രകാരം ക്രിമിനൽ കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാവുന്നത്. പക്ഷേ അതിനു മുമ്പേ തന്നെ ഭൂമി കൈവശം ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം വന്നതാണ് ഈ വിധിയിൽ കലാശിച്ചത്. 52A എന്ന് പറയുന്ന വകുപ്പ് വരുന്നതിന് മുമ്പേ തന്നെ വഖഫ് ഭൂമി സംബന്ധിച്ച് ഇത്തരത്തിൽ വഖഫ് ബോർഡുമായി തർക്കം നിലനിൽക്കുകയും അങ്ങനെ ഭൂമി അന്യാധീനപ്പെടുത്തുന്നു എന്നൊക്കെ ഒരു കേസ് ഉണ്ടാവുകയും ചെയ്താൽ ആ കേസ് മുഴുവനായി അംഗീകരിച്ചാൽ പോലും, അതായത് പോലീസിൻ്റെ ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഇതിനെന്താണോ വരുന്ന ഫൈനൽ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ കോഗ്നൈസൻസ് എടുക്കാൻ വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ എന്താണോ ആ സാഹചര്യം പൂർണ്ണമായി അംഗീകരിച്ചാൽ പോലും സെക്ഷൻ 52A പ്രകാരം എടുക്കാവുന്ന കുറ്റം അത് 2013-ന് മുമ്പ് നടന്ന ട്രാൻസാക്ഷൻ സംബന്ധിച്ചാണെങ്കിൽ നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഇതിന് സമാനമായി മുനമ്പത്തെ ഇതെങ്ങനെ ബാധിക്കും എന്ന ഒരു കാര്യം കൂടി പറയാം. മുനമ്പത്ത് 4/7/2022 കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൻ്റെ CEO ഒരു കത്തിറക്കുകയും ആ കത്തിൽ വഖഫ് ബോർഡിലെ ഒരു എൻക്വയറി നമ്പർ EP നമ്പർ 685/2008 അത് നടന്നത് 20/5/2019 തീയതിയിലെ ഉത്തരവ് പ്രകാരം മുനമ്പത്തുള്ള 404 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തുകയുണ്ടായി എന്നാണ് പരാമർശം. ഞാൻ സൂചിപ്പിച്ചത് CEO പുറത്തിറക്കിയ കത്തിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളാണ്. അങ്ങനെയുള്ള കത്തിൽ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഖണ്ഡികയിൽ പറയുന്ന ഈ 52A വകുപ്പിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. മുനമ്പത്ത് എന്തായാലും ഈ 404 ഏക്കർ ഭൂമി സംബന്ധിച്ച് ഈ കുടുംബങ്ങൾക്കെതിരെ 52A സെക്ഷൻ വകുപ്പ് അനുസരിച്ചൊന്നും കേസുകളൊന്നും നിലവിലില്ല, എൻ്റെ അറിവിലില്ല. പക്ഷേ ഈ കത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. കത്തിൽ അവർക്കെതിരെ കേസെടുക്കുമെന്നല്ല, ഇങ്ങനെ ഒരു വകുപ്പിൻ്റെ കാര്യങ്ങളും വഖഫ് ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ വകുപ്പ് വന്നതെന്നൊക്കെ പരാമർശിക്കുന്നു. അത്തരം പരാമർശങ്ങളൊന്നും പറയുക പോലും വേണ്ട എന്നുള്ളതാണ് ഈ വിധിയെ ചേർത്ത് പറയാവുന്നത്. മറ്റൊരു വിഷയം കൂടി സാന്ദർഭികമായിട്ട് പറയാം. ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ നിലവിലുള്ളത്, ആ ബില്ലിൽ ചില കാര്യങ്ങളൊക്കെ നടപ്പിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ മുനമ്പത്ത് നടന്നതുപോലെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാം, അല്ലെങ്കിൽ അത്രയ്ക്ക് സുതാര്യത വരും. അത് വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഈ ഭൂമിയുമായി ഡീലിങ്സ് നടത്തുമ്പോൾ ഒരു സുതാര്യത ഉണ്ടാകും എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും പറയാവുന്നൊരു വസ്തുത, ഈ ബില്ല് ഈ നിലയിൽ പാസ്സായാൽ പോലും അതിന് റെട്രോസ്പെക്റ്റീവ് മുൻകാല പ്രാബല്യം ഉണ്ടെന്ന ബില്ലിൽ പറയാത്തതുകൊണ്ട് ആ ബില്ല് പൂർണ്ണമായും നടപ്പിലായാലും, നടപ്പിലാവില്ല എന്നറിയില്ല, പൂർണ്ണമായും നടപ്പിലായാലും മുനമ്പം പ്രദേശം പോലുള്ള മുനമ്പം വിഷയം പോലുള്ള കാര്യങ്ങളിൽ മുമ്പ് നടന്ന കാര്യങ്ങളിലേക്ക് അത് തിരിച്ചും അങ്ങനെ ഒരു മുൻകാല പ്രാബല്യത്തോടു കൂടി ബാധകമാവില്ല എന്നുകൂടി പരാമർശിക്കേണ്ടി വരും.